വാൽപ്പാറ ബസ്സിൽ മലക്കപ്പാറ വരെ ഒന്ന് പോയാലോ? നല്ല അടിപൊളി സ്ഥലം കേട്ടോ, എല്ലാവരും ഒന്ന് പോകണം. അവിടെ ഒരു സാധനം സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അതിൻ്റെ വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അവിടെ ചീനിക്കാസ് ബസ്സിലാണ് പോകണത്. നല്ല എന്ത് രസം പറയും. കാലത്ത് 6:45 നമ്മുടെ ചാലക്കുടി സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുക്കും. അവിടെ ഒരു 10 രൂപ എത്തും നമ്മൾ മലക്കപ്പാറയിൽ. അതിൻ്റെ വാൽപ്പാറയ്ക്ക് അവിടെ നിന്ന് 25 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും. ആ സമയത്ത് പോകേണ്ടത്. മഴക്കാലത്ത് ഇപ്പം ഞാൻ പോകാൻ പറയില്ല, കാരണം വഴിയൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മരം വീഴും, മാന ഇറങ്ങും, പുലി ഇറങ്ങും. മറ്റേതാണെങ്കിലും മരമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ തന്നെ വെട്ടിയൊക്കെ കൂട്ടി നമ്മൾ തന്നെ വഴി ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ നോക്കി വഴി എന്ത് രസം അറിയാം, നല്ല രസം കേട്ടോ പോകാൻ. നമ്മൾ ഇടയ്ക്ക് ഒന്ന് പ്രൈവറ്റ് ബസ്സാണ്, ചീനിക്കാസ് എന്ന് പറഞ്ഞാൽ ഒരു ചാലക്കുടിൽ ഒരുപാട് ബസ്സുള്ള ടീമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. അപ്പോൾ അതിലൊന്ന് കയറി ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് പോവാം. അവിടെ പോയി വാൽപ്പാറ വരെ പോകണു, അല്ല മലക്കപ്പാറ വരെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ചേച്ചി മലയാളി ഹോട്ടലുണ്ട്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് നമുക്ക് സുഖമായിട്ട് ഒരു 12:30 ഒരു ബസ് ട്രാൻസ്പോർട്ട് ഉണ്ട്. 1 മണിക്കൂർ ഗ്യാപ്പിൽ നമ്മൾ അങ്ങോട്ട് പോണ ചെനിക്കാസ് തിരിച്ചു വരും. വാൽപ്പാറ പോയിട്ട് അതിൽ കയറി തിരിച്ചു പോരാം ഭക്ഷണം കഴിച്ച്. ഇപ്പോൾ നോക്കിയേ, മാതൃഭൂമിയുടെ ആവശ്യമായിട്ട് പോയതാട്ടോ ഞാനും സാറും. അവിടെയാണ് നമ്മൾ പോകേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ സൂം ചെയ്തൊരു സംഭവം കാണിച്ചിട്ടാണ്. അവിടെ ഈ മൊബൈലിൻ്റെ ഒരു സൂമിങ്ങും നമുക്കറിയാൻ പറ്റും. അതിപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് നോക്കിക്കോ, അവിടെ ഒരു ഡാമുണ്ട്. അത് കണ്ടിട്ടുണ്ടാവും നമ്മൾ അല്ലേ? കണ്ടോ, വലിയ ഡാമാണ്. അപ്പോൾ ഡാമെന്ന് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്തത്. പിന്നെ എന്താ പറയുക, പത്രത്തിൻ്റെ വില അറിയണമെങ്കിൽ മാതൃഭൂമിയുടെ സ്റ്റാഫായിട്ട് ഞാൻ പോയത്. വില അറിയണം നമ്മൾ അവിടെ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വാർത്താ വിനിമയങ്ങൾ വേറെ ഒന്നുമില്ല. ഫോണിൻ്റെ ചാർജ് എന്താ പറയുക, BSNL വരെ 30 റേഞ്ചാണ് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ പത്രം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചേട്ടന്മാരുടെ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും അവരാണ് ശരിക്കും പത്രത്തിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ നോക്കണത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പോവും ഒന്ന് ക്യാമ്പയിനുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ഈ പത്രം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഒരു 10 മണി 10:30 ആവും അവിടെയൊക്കെ പത്രം എത്തി കഴിയുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അവിടെ TVയോ നെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മൊബൈലിൽ ചാർജ് വരെ എന്താ പറയുക, നെറ്റ്വർക്ക് വരെ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്ന് പഴയ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതമൊക്കെ ഒന്ന് പോയി കാണാൻ നോക്കി കേട്ടോ. മൊബൈലും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. പത്രം അവിടെ നല്ലൊരു സംഭവമാണ്. കണ്ടോ, അവിടുന്ന് 25 കിലോമീറ്റർ വാൽപ്പാറ, ഊട്ടിക്ക് എത്ര 213. അപ്പോൾ നിങ്ങൾക്കൊന്ന് പോയി ഒന്ന് സെറ്റാവ്. ഓക്കെ, ഇടയ്ക്കൊന്ന് എൻജോയ് ചെയ്യുമ്പോട്ട്. ഞാൻ അത് കണ്ടപ്പോൾ എടുത്തോളൂ. ഓക്കെ, ബൈ.